നമസ്കാരം. കേരളത്തിലെ ഓരോരുത്തരും ഞെട്ടിയ വാർത്തയായിരുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ്. വിചിത്രമായ സംഭവങ്ങൾ ആണ് അരങ്ങേറിയത്. ഇന്ന് കേരളക്കരയെ ഒന്നാകെ ഉറ്റുനോക്കുന്ന കേസ് കൂടിയാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ്. ഇതിന്റെ വിചാരണ നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. ഇപ്പോഴിതാ നടി ആക്രമിച്ച കേസിൽ ദൃശ്യങ്ങൾ പകർത്തിയ ഫോണിന്റെ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതിന്റെ അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി നടത്തിയ വസ്തുതാന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കാൻ രജിസ്ട്രിയോടാണ് കോടതി നിർദ്ദേശിച്ചത്. മെമ്മറി കാർഡ് കോടതികളുടെ കസ്റ്റഡിയിലിരിക്കെ അനധികൃതമായി പരിശോധിക്കുകയും ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുകയും ചെയ്തതിൽ ശാസ്ത്രീയ അന്വേഷണം വേണമെന്ന് അതിജീവിത കോടതിയിൽ ആവശ്യപ്പെട്ടു. റിപ്പോർട്ടിൽ കുറ്റകരമായി കണ്ടെത്തിയവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അതിജീവിതയുടെ വാദം പൂർത്തിയായി. നടിയെ ആക്രമിച്ച കേസിലെ 8ാം പ്രതി നടൻ ദിലീപ് മറുപടി വാദത്തിന് സമയം തേടി. തുടർന്ന് ജസ്റ്റിസ് C.S. ഡയസ് ഹർജി 21ലേക്ക് മാറ്റി. അന്വേഷണ റിപ്പോർട്ട് നേരത്തെ ഹൈക്കോടതിയിൽ ഹാജരാക്കിയെങ്കിലും സെഷൻ കോടതിയിലേക്ക് മടക്കി അയച്ചിരുന്നു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണി M. വർഗീസാണ് അന്വേഷണം നടത്തിയത്. മെമ്മറി കാർഡ് അങ്കമാലി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെയും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെയും കസ്റ്റഡിയിലിരിക്കെ 3 തവണ അനധികൃതമായി പരിശോധിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 2018 ജനുവരി 9 രാത്രി 9:56 അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദാണ് മെമ്മറി കാർഡ് ഇത്തരത്തിൽ ആദ്യം പരിശോധിച്ചത്. ഈ സമയത്ത് മജിസ്ട്രേറ്റിന്റെ സ്വകാര്യ കസ്റ്റഡിയിലായിരുന്നു മെമ്മറി കാർഡ്. അങ്ങനെ സൂക്ഷിക്കാമെന്ന ധാരണയിലാണ് അത് ചെയ്തതെന്നാണ് മജിസ്ട്രേറ്റിന്റെ മൊഴി. 2018 ഡിസംബർ 13 ജില്ലാ പ്രിൻസിപ്പൽ സെഷൻ കോടതിയിൽ സീനിയർ ക്ലർക്ക് മഹേഷ് മോഹനാണ് അനധികൃതമായി 2ാം തവണ മെമ്മറി കാർഡ് തുറന്ന് പരിശോധിച്ചത്. രാത്രി 10:58 നടന്ന ഈ പരിശോധന ജഡ്ജിയുടെ നിർദ്ദേശപ്രകാരമാണെന്നാണ് മൊഴി. എന്നാൽ ജഡ്ജി നിർദ്ദേശിച്ചോ എന്നത് അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധിച്ചിട്ടില്ല. കൂടാതെ 2021 ജൂലൈ 19 വിചാരണ കോടതി ശിരസ്തഥാറും മെമ്മറി കാർഡ് പരിശോധിച്ചു. തന്റെ വിവോ ഫോണിലാണ് ശിരസ്തഥാർ താജുദ്ദീൻ മെമ്മറി കാർഡ് പരിശോധിച്ചത്. ഈ ഫോൺ 2022 ട്രെയിൻ യാത്രയ്ക്കിടെ നഷ്ടമായെന്നും താജുദ്ദീൻ മൊഴി നൽകി. അനധികൃത പരിശോധനകളെക്കുറിച്ച് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ടെങ്കിലും തെളിവുകൾ കസ്റ്റഡിയിലിരിക്കുകയോ നടപടികൾക്ക് നിർദ്ദേശിക്കുകയോ ചെയ്തിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് അതിജീവിത വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചത്. ജില്ലാ ജഡ്ജിയുടെ വസ്തുതാന്വേഷണ റിപ്പോർട്ട് സഹപ്രവർത്തകരെ സംരക്ഷിക്കാനുള്ളതാണെന്നും തെളിവുകൾ കസ്റ്റഡിയിലെടുത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് പോലും അയക്കാതെ മൊഴി അതേപടി വിശ്വസിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയെന്നാണ് അതിജീവിതയുടെ ആരോപണം. പരാതിക്കാരിയായ തന്നെ മാറ്റി നിർത്തി അതീവ രഹസ്യമായി നടത്തിയ ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് റദ്ദാക്കണം. IG റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥനോട് കേസ് അന്വേഷിക്കാൻ കോടതി നിർദ്ദേശിക്കണമെന്നും അതിജീവിത ആവശ്യപ്പെട്ടിരുന്നു.